അങ്കമാലി സ്വദേശിയായ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് നിഗമനം. സംഭവത്തിൽ 2 CISF ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാത്രിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് 24-കാരനായ ഐവിൻ ജിജോ എന്ന യുവാവ് മരിച്ചതെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ ദൃക്സാക്ഷികളുടെ മൊഴികളുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഐവിന്റെ മരണം മനഃപൂർവ്വം കാറിടിപ്പിച്ചുള്ള കൊലപാതകമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് CISF ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തത്. യുവാവിനെ ഇടിച്ച കാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ CISF ഉദ്യോഗസ്ഥൻ്റേതാണ്. ബുധനാഴ്ച രാത്രി 11 മണിക്ക് നായ്ത്തോട് വെച്ചാണ് സംഭവമുണ്ടായത്. യുവാവും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കമുണ്ടായി. ഇതിനെ തുടർന്ന് യുവാവ് കാറിന്റെ മുന്നിൽ കയറി നിന്നു. യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് കാറുമായി CISF ഉദ്യോഗസ്ഥൻ കടന്നുകളയുകയായിരുന്നു. കുറേ ദൂരം യുവാവ് കാറിന്റെ ബോണറ്റിൽ തങ്ങിക്കിടന്നിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. ബോണറ്റിൽ നിന്ന് താഴേക്ക് വീണ ഐവിനെ നിരക്കിക്കൊണ്ട് കാർ ഓടിച്ചിരുന്നതായും വിവരമുണ്ട്. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.